ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ വ്യാഴാഴ്ച രാത്രി വലിയൊരു പ്ലാൻ നടന്നു. എന്തെന്ന് പറഞ്ഞാൽ നാളെ ഫുൾ ഡേ വീഡിയോ എടുക്കും, ലോങ് വീഡിയോ എടുക്കും. പക്ഷേ നോക്കി, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെറും 4 മിനിറ്റിൽ ഒതുങ്ങിയിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ എടുക്കാൻ സമയം ഉണ്ടായിട്ടാ. പക്ഷേ അത്രക്കും ബിസിയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. നമ്മളെ നാട്ടിലത്തെ പോലെ ഒന്നുമല്ല. നാട്ടിൽ സൺഡേ ഹോളിഡേ ആണ്, പക്ഷേ ഒരു മാറ്റവും ഇല്ല. ബാക്കിയുള്ളതെല്ലാം സെയിം ഡേ പോലെ ആയിരിക്കും ഞായറാഴ്ചയും പോകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. വെള്ളിയാഴ്ച ലീവാണ്. വെള്ളിയാഴ്ച ലീവ് എന്ന് പറയുമ്പോൾ മറ്റുള്ള ദിവസത്തെ പോലെ ആയിരിക്കില്ല. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ ഉറങ്ങാം, കുറച്ച് കറങ്ങാൻ പോവാം, അങ്ങനത്തെ ഉള്ള ദിവസം കേട്ടോ. ഇപ്പോൾ യുദ്ധമൊക്കെ ചെറുതായിട്ട് നിന്നതുകൊണ്ട് തന്നെ ഇന്ന് കറങ്ങാൻ പോകുന്നു ഉറപ്പുണ്ടായിരുന്നു, എവിടേക്കെങ്കിലും പോകുന്നു ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി സിനിമ കണ്ടതുകൊണ്ട് ലേറ്റായി ഉറങ്ങുമ്പോൾ ടി വിയിലാണ് കണ്ട സിനിമ തന്നെ കണ്ടു. പക്ഷേ നോക്കിയിട്ടോ ഒന്നും കൂടി അങ്ങനെ ലേറ്റായി ഉറങ്ങി. രാവിലെ ലേറ്റായിട്ട് എണിച്ചു. പിന്നെന്താ, രാവിലത്തെ ദോശയും ചായയും എല്ലാം കുടിച്ചിട്ടായി. അത് കഴിഞ്ഞ് ദോശയും ചായ രതിശേട്ടനെല്ലാം കുടിച്ചത് 12 മണിക്ക് കിട്ടാം. അപ്പോൾ ഇനി ഉച്ചത്തെ ഫുഡ് ആലോചിക്കാമല്ലോ ഏത് സമയമാവും എന്ന് പറയുമ്പോൾ തന്നെ. അപ്പോൾ ഇങ്ങനത്തെ ചിക്കൻ കറിയെല്ലാം ഉണ്ടാക്കി. സ്പെഷ്യൽ ചിക്കൻ കറിയൊന്നുമല്ല, ഞാനെപ്പോഴും ഉണ്ടാക്കുന്ന ചിക്കൻ കറിയെല്ലാം ഇട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ഒരു തട്ടിക്കുട്ട് നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടാ. പിന്നെന്താ, തോർത്തലും അടിക്കലും എല്ലാം കഴിഞ്ഞ് ക്ലീനാക്കി വെച്ചു കേട്ടോ. അപ്പോഴേക്കാണ് യൂട്ടി റൂമെല്ലാം ആകെ കോളാക്കിയിട്ട് കണ്ടിട്ടുണ്ട്. ഞാനവളെ 2 വഴക്കോട് പറഞ്ഞു, ബൈക്കോട് പറഞ്ഞിട്ട് പിന്നെ പറയണ്ടല്ലോ, കരച്ചിലാണ്. നോക്കിയാൽ കണ്ട റൂം എത്ര വൃത്തിയാക്കി വെച്ചത്, നോക്കി എല്ലാം കോളാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര സങ്കടമായിട്ടാണ് അങ്ങനെ പോയിട്ട് കരയുന്നുണ്ട്. പിന്നെന്താ പറയുക, ഇന്നത്തെ ഡേന്ന് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാമല്ലോ. എന്തായാലും 3 മണി കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുമ്പോൾ നല്ല ചിക്കൻ കറിയും അതുപോലെ തന്നെ കച്ചമ്പാറും അച്ചാറും കൂട്ടി നമ്മൾ ഫുഡ് കഴിച്ചു കിട്ടാം. അതാണ് നോക്കി ഷൂ റാക്കറെല്ലാം എടുത്തിട്ടാണ് ഇവിടെ കളിക്കുന്നത്. ഞാനുള്ള വഴക്കുറയുമ്പോൾ എൻ്റെ മൈൻഡ് പോലും ആക്കുന്നത് ടി വി നോക്കിയാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. പിന്നെ വൈകുന്നേരം അടുത്തേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രതിശേട്ടൻ ഫുഡ് കഴിച്ച് റിയാസ്ഖാൻ്റെ കൂടെ ഒരു ബെഡ് അവർ നോക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തോ എടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രതിശേട്ടൻ ഫുഡ് കഴിച്ച് പോയിട്ടാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് സ്റ്റാൻഡപ്പ് കോമഡി നോക്കി. എന്തെങ്കിലും കോമഡിയാണ് ചിരിക്കാന്ന് വെച്ചിട്ട് കോമഡി നോക്കിയിട്ട് യൂട്യൂബിൽ നേരത്തെ യൂട്ടിക്ക് പിന്നെ വഴക്ക് പറയുമ്പോൾ ഇരിക്കാൻ മാത്രം. പിന്നെ അവളെ സെറ്റ് ആയിക്കോളൂ, അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം അറിയാനായിട്ടുള്ളൂ, അതുകൊണ്ടായിരിക്കും അങ്ങനെയല്ലേ. പിന്നെ അവിടെ ഒന്നിച്ച് കുറച്ച് കളിച്ചു. രാവിലെ അവൾ ലേറ്റായിട്ട് എണിച്ചതുകൊണ്ട് തന്നെ ഉച്ചക്ക് എന്തായാലും ഉറങ്ങലാന്ന് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഞാനിന്ന് നെയ്പ്പത്തൽ ചുടാനുള്ള പ്ലാൻ ഉണ്ടായിട്ടാ. നെയ്പ്പത്തൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇഡലരി ഓൾറെഡി പുതിർത്ത് വെച്ചിട്ടുണ്ടായി. അതിലേക്ക് ഉള്ളിയും ജീരകവും ഉപ്പും എല്ലാം ആഡ് ചെയ്ത്, തേങ്ങയും ആഡ് ചെയ്ത് കടഞ്ഞെടുത്തു. കുറച്ച് ലൂസായി കടഞ്ഞെടുത്തു കേട്ടോ. അതിലേക്ക് പുട്ടുപൊടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ നെയ്പ്പത്തൽ ഉണ്ടാക്കിയത്. ഞാൻ നെയ്പ്പത്തൽ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഇരുത്തു ഓറഞ്ച് തൊലി കൊടുത്തതാണ്. തിന്നിട്ടെങ്കിലും ഇത് ആടെ ഇടിയിട്ടിട്ടുണ്ട്. എന്തായാലും നെയ്പ്പത്തലും ഒക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്, നല്ല കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മളെ പാത്രം നോക്കി വെക്കുമ്പോൾ നല്ല പാത്രമായിരുന്നു. ഇപ്പോൾ നോക്കി എങ്ങനത്തെ കളറായിരുന്നു. ഈ പാത്രത്തിൽ എപ്പോൾ ഞാൻ എന്ത് ചുടുമ്പോഴും അങ്ങനെ കേട്ടോ. അവസാനം അതിൻ്റെ കളറ് മാറും, പിന്നെ വലിച്ച് വേണം, പിന്നെ വൃത്തിയാവും, വീണ്ടും അങ്ങനെ ആവും കേട്ടോ. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ റിയാസ്ക ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റിയാസ്ക ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് സിനിമയ്ക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്ത് കേട്ടോ. സിനിമയ്ക്ക് പോകാൻ ഇന്ന് ലേറ്റായി എന്ന് പറഞ്ഞാൽ 8 മണി കഴിഞ്ഞു കേട്ടോ. എന്ന് പറഞ്ഞാൽ രതിശേട്ടൻ വരുന്നത് ലേറ്റായി. 10:30 മണി വരെ സിനിമയ്ക്ക് പോയി നമ്മൾ ഇറങ്ങിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ആറ്റമാണല്ലോ പോയത്. സിനിമ കാണാൻ ആരാ നമ്മളൊന്നിച്ച് ഉണ്ടായിരുന്നു. ആരാ ഒന്നിച്ചുണ്ടായി ഞാനല്ലേ പറയേണ്ടത്. നമ്മളൊന്നിച്ച് ഇഷ, പിന്നെ അതുപോലെ തന്നെ വൈഫും ഉണ്ടായിരുന്നു. പിന്നെ അവരെ കണ്ടാൽ പിന്നെ വീട്ടിൽ അവരൊന്നിച്ചിരുന്ന് പോയിക്കൊടുക്കാം. അവർ ചോക്ലേറ്റ് എല്ലാം മേടിച്ച് കൊടുക്കും. അവരിങ്ങനെ കളിക്കുമ്പോൾ നല്ല രസമാണ് അവരൊന്നിച്ച് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാം ആട്രിം മാളിലാണ് പോയി. ഫസ്റ്റാണ് നമ്മൾ ആട്രിം മാളിൽ പോയിട്ടുണ്ട്. നല്ല രസമുണ്ട്. യൂട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ കളിപ്പാട്ടം കാണുമ്പോൾ അത് വേണം എന്ന് പറയാനുള്ള അത്ര ഒന്നും ആയിട്ട്. അതുകൊണ്ട് കുറേ കുട്ടികൾക്ക് പറ്റിയ നല്ല വൈബുള്ള സ്ഥലമാണ് കേട്ടോ അത്. പക്ഷേ യൂട്ടി അതൊന്നും ഇരിക്കണം വാശി പിടിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെന്താ, 10:45 തന്നെ നമുക്ക് സമയം ഉണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് അടുത്ത ഷോപ്പും പിന്നെ ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു, അങ്ങനെ സിനിമയും കണ്ടു വന്നു. ഭരതനാട്യമായിരുന്നു, കൊള്ളായിരുന്നു, കോമഡി.